UDFിൻ്റെ പുതുയുഗയാത്രയുടെ സമാപന വേദിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസിൽ സിംഗിൾ ഡാൻസ് വേണ്ട എന്ന്. പക്ഷേ ആ പാർട്ടിയിൽ സിംഗിൾ ഡാൻസ് തുടരുകയാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് മധുസൂദൻ മിസ്ത്രി വിളിച്ച സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ VD സതീശൻ പങ്കെടുത്തില്ല. പുലർച്ചെ തന്നെ പ്രതിപക്ഷ നേതാവ് തലസ്ഥാനം വിട്ടു. പുതുയുഗയാത്രയെ ദേശീയ നേതൃത്വം ഇകഴ്ത്തി എന്ന വികാരത്തിലാണ് സതീശൻ. രാഹുൽ ഗാന്ധി പരസ്യമായി വേദിയിൽ നടത്തിയ സിംഗിൾ ഡാൻസ് പരാമർശം മുതൽ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാനെത്തുന്നു എന്ന വാർത്ത വരെ സതീശൻ്റെ അസംതൃപ്തി വളർത്തുന്നു. അതേസമയം സതീശൻ്റെ ഏകപക്ഷീയമായ നിലപാടുകൾ ഉയർത്തിക്കാട്ടി അപ്പുറത്ത് മറ്റു നേതാക്കളുടെ സിംഗിൾ ഡാൻസുകളും അരങ്ങേറുന്നു. കേരളത്തെ പുതുയുഗത്തിലേക്ക് നയിക്കുവാൻ ഈ സിംഗിൾ ഡാൻസ് സംഘത്തിന് കഴിയുമോ? ഈ ഏകാംഗ നൃത്തക്കാർ നയിക്കുന്ന ഈ കോൺഗ്രസിന് കഴിയുമോ? ഈ കോൺഗ്രസ് നയിക്കുന്ന ഈ UDFിന് കഴിയുമോ? ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഈ ചർച്ചയിൽ ഇന്ന് നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് NCP നേതാവായ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, കോൺഗ്രസിന് വേണ്ടി അഡ്വക്കേറ്റ് തൗഫീഖ് രാജൻ, നിരീക്ഷകനായ അഡ്വക്കേറ്റ് N ലാൽകുമാർ. തൗഫീഖ്, സ്വാഗതം. താങ്കളിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങട്ടെ. താങ്കളുടെ ഏറ്റവും വലിയ ദേശീയ നേതാക്കളിൽ ഒരാൾ, ദേശീയ പ്രതിപക്ഷ നേതാവ്, കഴിഞ്ഞ ദിവസം ഇവിടെ പ്രതിപക്ഷ ജാഥ സമാപിച്ചപ്പോൾ നടത്തിയ പരാമർശത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന് വന്ന് ഇവിടുത്തെ UDF നേതാക്കളോടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യവേദിയിൽ തന്നെ സിംഗിൾ ഡാൻസ് അരുത് എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം, സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത്? സംസ്ഥാനത്തെ കോൺഗ്രസ് അണികൾ മനസ്സിലാക്കേണ്ടത്. തൗഫീഖ്. അല്ല, NPCക്കും CPM നേതൃത്വത്തിനും ഒന്നും ഒട്ടും ആശങ്ക വേണ്ട. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ടീം UDF ആണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവും VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രചരണ സമിതിയുടെ ചെയർമാനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLAയും പാണക്കാട് തങ്ങളും PJ ജോസഫും അടക്കമുള്ള ഞങ്ങളുടെ UDFിൻ്റെ കക്ഷികളെല്ലാം കൂടി ചേർന്ന ടീം UDF ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിനപ്പുറത്തേക്ക് അക്കാര്യത്തെ വക്രീകരിച്ചില്ലെങ്കിൽ വളഞ്ഞ വഴിയിലൂടെ രാഷ്ട്രീയ ലാഭത്തിന് അങ്ങ് ശ്രമിക്കരുത്. അതെന്തായാലും വില പോകില്ല. രാഹുൽ ഗാന്ധി സതുദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ്. അതിനപ്പുറത്തേക്ക് അതിന് മറ്റ് അർത്ഥതലങ്ങളൊന്നുമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ആ കലക്കവെള്ളത്തിൽ മീൻപിടിക്കൽ ശൈലി അതിവിടെ ഏതായാലും വില പോകില്ല എന്ന് അങ്ങ് ഓർത്താൽ ഏതായാലും നല്ലത്. ഏതായാലും ശരി, അങ്ങ് പുതുയുഗ യാത്രയുടെ കാര്യം പറഞ്ഞ സ്ഥിതിക്കുക, ഈ പുതുയുഗ യാത്രയുടെ സമാപനത്തോടു കൂടി ആ യാത്ര നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ, ആ രാഷ്ട്രീയ മാറ്റങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ചർച്ചയാക്കി മുന്നോട്ട് പോകാൻ രാഷ്ട്രീയ മാറ്റങ്ങളിലേക്ക് വരാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വം മുഖവിലക്കെടുക്കുകയാണ്, സതുദ്ദേശത്തിലെടുക്കുകയാണ്, ഒറ്റക്കെട്ടായി നിൽക്കും എന്ന താങ്കളുടെ പരാമർശം ഞാൻ മുഖവിലക്കെടുക്കുന്നു. ഈ ചർച്ചാവേദിയിൽ കേൾക്കൂ, ഒരു ഉപചോദ്യമാണ്, അതൊന്നും കേൾക്കൂ. രാഹുൽ ഗാന്ധി ഒരു വളരെ പോസിറ്റീവായി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അതാണല്ലോ താങ്കൾ പറഞ്ഞത്. വളച്ചൊടിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. അത് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉപചോദ്യത്തിന് വെയിറ്റ് ചെയ്യാമോ? എന്റെ ഉപചോദ്യം ഞാൻ ചോദിക്കാനിരിക്കുന്നത് എന്റെ മനസ്സിൽ നിന്ന് വായിക്കുന്ന ഒരു സിദ്ധി താങ്കൾക്കില്ലല്ലോ, അതുകൊണ്ട് ദയവായി ക്ഷമിക്കുക. അത് ഞാൻ സിദ്ധി കുറച്ചു നാളായി കൈരളിയുടെ ചർച്ചകൾ പങ്കെടുത്ത് കൈവശം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. അത് പക്ഷേ ഇപ്പൊ കൈവശം തന്നെ ഇരിക്കട്ടെ. ഇപ്പൊ ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. അത് താങ്കൾ പറഞ്ഞത് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന മുതിർന്ന നേതാവ് മധുസൂദൻ മിസ്ത്രി ഇവിടെ വിളിച്ച സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാതെ ഇന്നലെ പുലർച്ചെ VD സതീശൻ ഈ തലസ്ഥാനം വിട്ടുപോയതെന്താണ്? അദ്ദേഹം എന്തുകൊണ്ടാണ് ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്? ഇത് നൽകുന്ന സന്ദേശം സിംഗിൾ ഡാൻസ് അവസാനിച്ചു എന്നാണോ? അതുകൂടി താങ്കൾ പറയും. NPCയുടെ ചോദ്യം കഴിഞ്ഞല്ലോ. ഇനി എനിക്ക് 2 മിനിറ്റ് അങ്ങ് സമയം തന്നെ അതുൾപ്പെടെ എനിക്ക് വ്യക്തമാക്കാനുള്ള അവസരമാണ്. അതായത് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു, ഏതായാലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും AKG സെൻറ്ററിൽ നിന്ന് കൈരളിക്കും NPCക്കും ഒക്കെ നൽകിയ എക്സ്ക്ലൂസീവ് അതേതായാലും ഞങ്ങൾ ഏതായാലും അറിഞ്ഞിട്ടില്ല.
ഇനി എനിക്കപ്പുറത്തേക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും അത് വലിയ കണ്ടെത്തലാണ്. പുതുയുഗയാത്രയുടെ കാര്യത്തിലേക്ക് സുരേഷ് അഡ്വക്കേറ്റ് സുരേഷ് ബാബുവിലേക്ക് വരികയാണ്. വേണ്ട, 2 മിനിറ്റ് വേണ്ട, അക്കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനെ പോകാതെ പറയാനുള്ളത് കൂടി അങ്ങക്ക് വേണ്ട ഉത്തരം മാത്രമല്ലല്ലോ എനിക്ക് വേണ്ട ഉത്തരം മാത്രമാണ് നമ്മളിവിടെ എടുക്കുന്നത്. അടുത്തതിലേക്ക് വരാം കൂട്ടിച്ചേർത്ത് വിശദീകരിച്ചു സുരേഷ് ബാബു. ഞാൻ താങ്കളിലേക്ക് വരുന്നു. തൗഫീഖ് രാജൻ ഇപ്പോൾ കൈരളിയെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിലാണ് ഞാൻ ഇടപെട്ടത്. കൈരളിയെ കുറിച്ച് ഒരു ആരോപണം AKG സെന്ററിൽ നിന്ന് തന്ന വാർത്ത ഞങ്ങൾ ആവർത്തിക്കുകയാണ്. സതീശൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ കാര്യം. അദ്ദേഹം പോയെങ്കിൽ തന്നെ അത് അറിഞ്ഞുകൊണ്ടല്ല എന്ന ഗുരുതരമായ ഒരു ആരോപണം ചർച്ചാവേദിയിൽ ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്തയെ ആധാരമാക്കിയാണ് ഞങ്ങൾ ഇക്കാര്യം പറയുന്നത്. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത അത് സ്ക്രീനിൽ കാണിക്കാവുന്നതാണ് എന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത താങ്കൾ സുരേഷ് ബാബു ഇങ്ങനെ ഒരു സന്ദേശം രാഹുൽ ഗാന്ധി നൽകിയതിന് പിന്നാലെ VD സതീശൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തില്ല. കൈരളി ഇതരമായ ഒരു മാധ്യമം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പ്രധാനപ്പെട്ട റിപ്പോർട്ടർ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. യാത്ര ടു നോ വെയർ എന്ന് പറഞ്ഞുകൊണ്ട് KS ശ്രീജിത്ത് എന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിൽ വ്യക്തമായി തന്നെ പറയുന്നത് കാണാം എന്ന് കരുതുന്നു പ്രേക്ഷകർക്ക്. ഇല്ലെങ്കിൽ വായിച്ചവർക്ക് വ്യക്തമാകാൻ സാധ്യത ഉണ്ട്. ഒപ്പം തന്നെ ഞാൻ വിശദീകരിക്കുന്നു. സതീശൻ സ്റ്റേയ്ഡ് അവേ ഫ്രം ദി ക്രൂഷ്യൽ സ്റ്റിയറിംഗ് കമ്മിറ്റി മീറ്റിംഗ് ഓൺ സൺഡേ കൺവീൻ ടു ഡിസ്കസ് ദ പാർട്ടീസ് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്. ഇതിനുവേണ്ടി തലേ ദിവസം തന്നെ മിസ്ത്രി ഇവിടെ എത്തിയിരുന്നു. മിസ്ത്രി അതിനു മുമ്പിലത്തെ ദില്ലി യോഗത്തിൽ തന്നെ ഈ മീറ്റിംഗ് ഫിക്സ് ചെയ്തതാണ്. അതിന് കാത്തു നിൽക്കാതെ സതീശൻ യോഗത്തിൽ പങ്കെടുക്കാതെ പോയി എന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് കോൺഗ്രസിൽ ആ അകലം റിഫ്റ്റ് അത് വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വാർത്ത AKG സെൻറ്ററിൽ നിന്ന് കൈരളിയിലേക്ക് ലഭിച്ചതാണ് എന്ന് ആരോപിക്കുന്നത് കോൺഗ്രസ് വക്താവിൻ്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് തന്നെ അതേക്കുറിച്ചുള്ള സുരേഷ് ബാബുവിൻ്റെ അഭിപ്രായത്തിലേക്ക് ഞാൻ പോവുകയാണ്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു. കോൺഗ്രസ് നേതൃത്വത്തിൽ ഞാൻ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്തത് ഞാൻ കേൾക്കുകയുണ്ടായി. അദ്ദേഹം വളരെ സതുദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞത് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അദ്ദേഹം സതുദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞത്. സതുദ്ദേശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലുള്ള തിരുത്തലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും ചെയ്യേണ്ടത് എന്ന കാര്യത്തിലുള്ള സതുദ്ദേശമാണ് എന്ന നിലക്കാണ് ഞാനതിനെ കാണുന്നത്. അദ്ദേഹം പലപ്പോഴും ഒരു സംസ്ഥാനത്ത് ചെന്നാൽ ആ സംസ്ഥാനത്തിലെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി അവിടെ നടക്കുന്ന ഇൻസ് ആൻഡ് ഔട്ട്സ് ആൻഡ് പ്രോസ് ആൻഡ് നെഗറ്റീവ്സൊക്കെ മനസ്സിലാക്കി ആ കാര്യം അവിടുത്തെ ലീഡർഷിപ്പിനോട് വളരെ വ്യക്തമായി പറയുകയും അത് ജനങ്ങൾ കൂടി അറിയണമെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അത് ജനങ്ങളെ കൂടി അറിയിക്കുന്നതിൽ ഒരു മടിയുമില്ലാത്ത ഒരു നേതാവാണ്. അതുകൊണ്ട് ഇവിടെ ഈ സിംഗിൾ ഡാൻസുകൾ ധാരാളം നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. വളരെ ധാരാളമായി സിംഗിൾ ഡാൻസുകൾ നടക്കുന്നു. അത് അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ വല്ലാത്ത ബുദ്ധിയൊന്നും വേണ്ട. കാരണം പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ അറിയാൻ കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകൾ അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞാൽ തന്നെ ആ സിംഗിൾ ഡാൻസുകളെക്കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അതിനൊന്ന് വളരെ മൃദുലപ്പെടുത്തി അതിനെ ഒന്ന് വളരെയധികം സന്തോഷത്തിൽ കൂടെ എടുക്കാത്ത രൂപത്തിലാണ് ഡാൻസ്, മോഹിനിയാട്ടത്തെയും ഗ്രൂപ്പ് ഡാൻസിനെയും ഒക്കെ ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിലെ UDF നേതാക്കന്മാരോട് പറഞ്ഞത്, നിങ്ങൾ സിംഗിൾ ഡാൻസ് അവസാനിപ്പിക്കൂ, നിങ്ങൾ കൂട്ടായി പ്രവർത്തിക്കൂ എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് കേരളത്തിൽ അദ്ദേഹം എത്തുന്ന ഇന്നലെയോ മിനിഞ്ഞാന്നോ ഉള്ള ദിവസം വരെ കേരളത്തിൽ കാണുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ
UDF ഘടകത്തിൻ്റെ ഗ്രൂപ്പ് ഡാൻസുകളല്ല, സിംഗിൾ ഡാൻസുകളാണ്. അത് UDFൻ്റെ പ്രോസ്പെക്ട്സിന് തടസ്സമുണ്ടാകും, അല്ലെങ്കിൽ ദോഷം ചെയ്യും എന്ന അദ്ദേഹത്തിൻ്റെ ഉത്തമ ബോധ്യവും സതുദ്ദേശപരമായ ഉപദേശവുമായി അതിനെ എടുക്കാൻ കോൺഗ്രസ്സുകാർ തയ്യാറാകുന്നില്ല എന്നതാണ് എനിക്ക് ഇപ്പോൾ എൻ്റെ മാന്യ സ്നേഹിതൻ്റെ പരാമർശങ്ങളിലൂടെ മനസ്സിലാകുന്നത്. അത് UDFന് ഗുണകരമാണെങ്കിൽ അവരങ്ങനെ തന്നെ ചിന്തിക്കുന്നതായിരിക്കും. നമ്മളെപ്പോലെയുള്ള രാഷ്ട്രീയക്കാർക്ക് ഗുണകരം എന്നുകൂടി ഒരു റൈഡർ ക്ലോസായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് ബാക്കിയുള്ളത് പറയാം. ഞാനിനി ലാൽകുമാറിലേക്ക് വരികയാണ്. ലാൽകുമാർ, രാഹുൽ ഗാന്ധി വ്യക്തമായിട്ട് പറഞ്ഞത് UDF നേതൃത്വത്തിൽ നിന്ന് ഒരു സിങ്കർണൈസ്ഡ് ജിംനാസ്റ്റിക്സ് ഒന്നും അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. താളാത്മകമായിട്ടുള്ളൊരു ജിംനാസ്റ്റിക് അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. അതുപോലെ തന്നെ ഒരു ട്രപ്പീസ്, ഒരു കളിക്കാരനോട് ഏറ്റവും അധികം പരസ്പര ധാരണ വേണ്ട കലാരൂപമായ ട്രപ്പീസ് കളിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. ഒരുമിച്ചൊരു നൃത്തം ചെയ്യൂ, ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു നൃത്തം ചെയ്യൂ, ഒരാത്മാവ് ശരീരങ്ങളിൽ ആവേശിച്ചതുപോലെ നിങ്ങൾ പ്രവർത്തിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുപോലും തയ്യാറില്ല എന്ന സൂചന നൽകിക്കൊണ്ടാണ് തൊട്ടടുത്ത ദിവസം നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാതെ, സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാതെ ഒരു വഴക്കിട്ട കുട്ടിയെ പോലെ സതീശൻ പോയത് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത വായിച്ച് എനിക്ക് മനസ്സിലായത്. അതാണ് ചർച്ചയ്ക്ക് അവതരിപ്പിച്ചത്. സിംഗിൾ ഡാൻസ് കോൺഗ്രസിൽ തുടരുകയാണോ, അതോ കോൺഗ്രസ് അതിൻ്റെ ഏറ്റവും വലിയ നേതാവിൻ്റെ ആഹ്വാനം ചെവിക്കൊണ്ട് സംഘനൃത്തത്തിലേക്ക് പോകും, സംഘത്തിന് ചേരാത്തവർ, സിംഗിൾ ഡാൻസ് തുടരുന്നവർ മാറ്റി നിർത്തപ്പെടും എന്ന് നമുക്ക് വായിക്കാമോ? ഒരു നിരീക്ഷകൻ എന്ന നിലയ്ക്ക് താങ്കൾ എങ്ങനെ ഇതിന് മനസ്സിലാക്കുന്നു? അല്ല, ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കൺഫ്യൂഷൻ, ഇപ്പം സതീശൻ ഇവിടുത്തെ കമ്മിറ്റിയിൽ പങ്കെടുത്തോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനാണല്ലോ ഒരു 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 ഗ്രേ ഏരിയ തൗഫീക്ക് ഡ്രോ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്ക് അതൊന്ന് മാറ്റിവെച്ച് മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. ഇന്ന് മുൻ KPCC അധ്യക്ഷനായിരുന്ന K. സുധാകരൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് കണ്ണൂരെ സ്ഥാനാർത്ഥി പറഞ്ഞു. മാതൃഭൂമിയൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ അറിവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടില്ല, പ്രത്യേകിച്ച് കണ്ണൂരെ നിശ്ചയിച്ചിട്ടില്ലെന്നുള്ള കാര്യം 100% ഉറപ്പ്. സുധാകരന് സീറ്റ് കൊടുക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ ചാൻസസ് ആർ ബ്ലീക്ക്. എൻ്റെ പ്രിസംഷനാണ് ചാൻസസ് ആർ ബ്ലീക്ക്. അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കമ്മിറ്റി അങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കും, അതൊന്നും കാര്യമാക്കണ്ട, ഞാൻ ആയിരിക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥി. അത് അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞു, ഞാൻ വാർത്തയ്ക്കകത്ത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ തന്നെ പോയില്ലേ, അവിടെ തന്നെ ഈ പറയുന്ന ഒരുമിച്ചുള്ള നൃത്തം എന്ന് പറയുന്ന കാര്യം പോയി കഴിഞ്ഞു. തൗഫീക്ക് കൈയൊക്കെ കാണിക്കുന്നത് എനിക്കറിയില്ല, ഇങ്ങനൊരു വാർത്തയുണ്ട്, അങ്ങനെ ഒരു കാര്യം അദ്ദേഹം പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇല്ല എങ്കിൽ താങ്കൾ അങ്ങനെ ഒരു ഡിനയൽ മോഡിലേക്ക് പോകുന്നെങ്കിൽ താങ്കളിലേക്ക് വരാൻ പറയട്ടെ. ഓ ഉടനെ തുടങ്ങി. ലാൽകുമാർ തുടരൂ. എന്ത് പരിഗണനയാ? അങ്ങേക്ക് പറയാം. അല്ല, ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് പറയാനുള്ളത് ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ചെറിയ കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നു ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരാളല്ല, നേരത്തെ KPCC പ്രസിഡൻ്റ് ആയിരുന്ന ഒരാളാണ്. അദ്ദേഹം അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് തൗഫീക്കിൻ്റെ അഭിപ്രായം പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റാണ്. തൗഫീക്ക് എങ്ങനെ അതിനെ വായിക്കുന്നു, ആ ഡാൻസുമായിട്ട് കണക്ട് ചെയ്ത് വായിക്കുക. 2, VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ അഭിപ്രായമാണ്, ഇത് ഓപ്പൺ എൻഡഡ് ആണ്, എങ്ങനെ വേണമെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടാം. ഈ പറയുന്ന സതീശനുമായിട്ട് ബന്ധപ്പെട്ട് സതീശൻ കുറച്ച് ദിവസങ്ങളായി ഫ്രസ്ട്രേറ്റഡ് ആണ്. ബിക്കോസ് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കൃത്യമായി വന്നു, ഒരു വാർത്ത വന്നു. എന്താണ്? KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരുന്നു. ഇത് കഴിഞ്ഞ ഈ യാത്രയിലെടുത്തു കഴിഞ്ഞാൽ മലബാറിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പടം മാത്രമേ ഉള്ളായിരുന്നു. പിന്നീട് ഈ കുത്തിക്കയറ്റിയതാണ് ഈ ബാക്കിയുള്ള നേതാക്കന്മാരുടെയൊക്കെ പടം. VD സതീശൻ നയിക്കുന്ന യാത്ര എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു കൾച്ചർ അനുസരിച്ച് അതിനകത്ത് എല്ലാവരെയും ക്ഷണിക്കുകയും നേതാക്കന്മാർ വരികയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ദേശീയ നേതാക്കൾ പല സിറ്റുവേഷനിൽ പല സമയത്ത് വന്ന് കയറും. ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇതിനകത്ത് ആരും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അവസാനത്തെ സ്റ്റേജിലാണ് ഇതിനകത്ത് ആൾക്കാർ വന്ന് കയറിയത്. അതിനിടയ്ക്കൊക്കെ ആൾക്കാരെ ഇല്ല. എന്നുവെച്ചാൽ VD സതീശൻ എന്ന് പറയുന്ന അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ആ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പോയിന്റിൽ സംഭവിച്ചെന്താണ്?
കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നു. ഇത് ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. സീറ്റുകൾ നോക്കൂ, കോൺഗ്രസിൻ്റെ ഒരു കൾച്ചർ അനുസരിച്ച് എങ്ങനെയാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതെന്ന് ആലോചിച്ചാൽ മതി. എന്നെക്കാട്ടിലും വൃത്തിയായിട്ട് ബാബു സാറിനത് പറയാൻ പറ്റും, സുരേഷ് ബാബു സാറിന്. കാരണം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകാൻ തീരുമാനിച്ചു വെച്ചിരുന്ന സ്ഥലത്ത് MLA-മാരുടെ സപ്പോർട്ട് കൂടുതൽ പ്രതിപക്ഷ നേതാവിനായിരുന്നു ഉണ്ടായിരുന്നത്, വി ഡി സതീശനായിരുന്നു വന്നത്. അത് വരാൻ കാരണം MLA-മാരെ കൂടുതൽ നിങ്ങൾ മത്സരിപ്പിക്കണം, നിങ്ങളുടെ ആൾക്കാരെ മത്സരിപ്പിക്കണം. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ആൾക്കാർ പറയുമ്പോൾ സീറ്റ് നിർണ്ണയത്തിൽ പോലും വി ഡി സതീശൻ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ ഉരുത്തിരിയുമോ എന്നുള്ള കാര്യത്തിൽ വി ഡി സതീശന് സംശയമുണ്ട്. കാര്യം കെ സി വേണുഗോപാലിൻ്റെ ആ പ്രസൻസ് ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഡിസ്റ്റർബ് ഹിം. ആ ഡിസ്റ്റർബൻസ് അദ്ദേഹം അതാ പറഞ്ഞു, അദ്ദേഹം മാത്രമാണ് ഈ വണ്ടി ഓടിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ, കേരളത്തോട് സ്ഥാപിക്കാൻ അദ്ദേഹം വല്ലാത്ത രീതിയിൽ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അദ്ദേഹം നടത്തട്ടെ, അതിപ്പോൾ അവർ ജയിച്ചാലുള്ള കാര്യമല്ലേ ഉള്ളൂ. പക്ഷേ ജയിക്കുന്നാലും തോറ്റാലും ഞാനാണ് വണ്ടി ഓടിക്കുന്നത് എന്ന് കാണിക്കേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ട്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പ്രതിഷേധം അദ്ദേഹം പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല സമയങ്ങളിൽ പുറത്തു വിട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഫ്രസ്ട്രേഷൻസ് കാണാം, അദ്ദേഹം പല രീതിയിൽ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമേ മിശ്രയുടെ കേസിൽ ഹി ഡെഫിനറ്റ്ലി ന്യൂ ദാറ്റ് ദിസ് പേഴ്സൺ ഇസ് ദേ, എന്നിട്ട് വേണ്ട എന്ന് വെച്ചതാണ്. ആ മീറ്റിങ്ങിനെ അവോയ്ഡ് ചെയ്യുന്നത് വഴി അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. കാര്യം അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് എന്താണെന്ന് അദ്ദേഹം പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ, അവോയ്ഡ് ചെയ്യുന്നത് വഴി കോൺഗ്രസ് AICCക്കും കെ സി വേണുഗോപാലിനും ഇൻക്ലൂഡിങ് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് വ്യക്തമാക്കാം. ഒറ്റ കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. താങ്കൾ പറഞ്ഞ ആർട്ടിക്കിളിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് കോൺഗ്രസിലെ നേതാക്കന്മാരോട് സംസാരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ കൈൻഡ് ഓഫ് ഓട്ടോക്രാറ്റിക് ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്രിറ്റിസിസം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനകത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരുന്നത്, ദേശാഭിമാനിയോ കൈരളി പറയുന്നതല്ല, ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് പറയുന്നത്. കോൺഗ്രസ് നേതാക്കന്മാരെ പലരെയും കോട്ടി പറഞ്ഞു ഈ ഓട്ടോക്രാറ്റിക് ബിഹേവിയർ ബാക്കിയുള്ള നേതാക്കന്മാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന് തന്നെയാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് തൗഫീഖ് ആർട്ടിക്കിളൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി. ഇനി തൗഫീഖിലേക്ക് വരാം. തൗഫീഖ് നേരത്തെ പറഞ്ഞത് എന്തു പരിഗണന തരുന്നില്ല എന്ന് ലാൽ എടുത്തു ചോദിച്ചുകൊണ്ട് പറയുകയാണ്. തൗഫീഖിൻ്റെ ജേർണലിസം അധ്യാപകനാണ് ഞാൻ, വിദ്യാർത്ഥി എന്ന പരിഗണന പോലും തരുന്നില്ല എന്നാണ് പറഞ്ഞത്. തൗഫീഖ് മുൻ അധ്യാപകൻ എന്ന അധികാരം ഞാൻ പ്രയോഗിക്കുന്നുമില്ല. തൗഫീഖിലേക്ക് വരികയാണ്. തൗഫീഖിന് പറയാം, ഇത് രാഹുലിൻ്റെ പരാമർശവും കോൺഗ്രസ്സുകാർ എങ്ങനെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നൊരു ചർച്ച ആണ് വിഷയമായിട്ട് വെച്ചത്. വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകാനൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരു പരിധിവരെയൊക്കെ അധികാരമുണ്ട്. അതുപയോഗിച്ച് താങ്കൾക്ക് പറയാം, ഇവർ പറഞ്ഞതിന് മറുപടി പറയാം. അവർ രണ്ടുപേരും അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ആ സന്ദേശം കോൺഗ്രസ് വേണ്ട പോലെ ഉൾക്കൊണ്ടിട്ടില്ല എന്നത് ഈ ചർച്ചയുടെ ഇപ്പോഴത്തെ ക്യാച്ച് വേർഡാണ്. താങ്കൾക്ക് മറുപടി പറയാം. അതേതായാലും ശ്രീ ലാൽകുമാറും ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ബാബു സാറും അല്ലല്ലോ അക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തേണ്ട ആളുകൾ. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉത്തരവാദിത്ത പ്രതിനിധി എന്ന നിലയിൽ ഞാനാണ്. ഏതായാലും ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ അത് ഈ LDF കേന്ദ്രങ്ങളിൽ നിന്ന് CPM കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നത് ഏതായാലും UDF ഭരണം അത് കേരളത്തിൽ ഉറപ്പായി കഴിഞ്ഞ 9.25 വർഷക്കാലം കേരളം ഭരിച്ചു മുടിച്ച ഇടത് സർക്കാരിനോട് കേരളത്തിലെ ജനങ്ങൾ കടക്ക് പുറത്ത് എന്ന് പറയുമെന്ന് ഉറപ്പായ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ പ്രതികരണ രൂപത്തിൽ ശ്രീ ലാൽകുമാറിൻ്റെയും സുരേഷ് കുമാറിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കമില്ല. ഇനി ഞാൻ അങ്ങയുടെ ഉദാഹരണത്തിലേക്ക്, ഏതായാലും തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുകയാണ്. ഈ മാസം പകുതിയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങ് പുതിയ യാത്ര കണക്ട് ചെയ്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരുന്നത്. ഏതായാലും ശരി, ഇന്ന് ഒരു വാർത്ത അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഏതായാലും ലാൽകുമാർ കാണാത്തതാണോ കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ എന്നറിയില്ല. ഏതായാലും ശരി, കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ ആത്മാവിന് നീതി ലഭിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ശ്രീ NPC വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നീതിമാനായിട്ടുള്ള ആ മനുഷ്യനെ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ, ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ വേട്ടയാടാൻ ശ്രമിച്ചതിൻ്റെ മുൻനിരയിൽ നിന്ന ഏറ്റവും വൃത്തികെട്ടവൻ KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടി സാറിനോട് ചെയ്തിട്ടുള്ള ക്രൂരതകൾ, ആ ക്രൂരതകൾക്ക് കേരളത്തിലെ ജനങ്ങൾ കണക്ക് ചോദിക്കാൻ പോകുന്നു. അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാകും സമാഗതമാകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എൻ്റെ ഒരു ചെറിയൊരു ചോദ്യം നിലയ്ക്ക് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇടത് കേന്ദ്രങ്ങൾ, അതായത് LDF ഗണേഷ് കുമാർ
ലാൽകുമാറിന്റെ രാജി ആവശ്യപ്പെടുമോ? ഇത് കേവലം ആരോപണങ്ങൾ മാത്രമല്ല. ഇന്ന് ശ്രീ കെ സുധാകരന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ശ്രീ ലാൽകുമാറിനോട് അതേ തലത്തിൽ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ശ്രീ ഗണേഷ് കുമാറിന്റെ ഭാര്യയും ഇത്തരത്തിൽ ഗണേഷ് കുമാറിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം, തെളിവുകളടക്കം രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. LDF കേന്ദ്രങ്ങൾ അദ്ദേഹത്തിന് രാജി ആവശ്യപ്പെടുമെന്നുള്ള ചർച്ച കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്ന സാഹചര്യമുണ്ട്. ഇനി പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട്, പുതുയുഗ യാത്രയെ അങ്ങേക്ക് അറിയാമല്ലോ. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ, പാലക്കാട്ടെ PK ശശി, ആലപ്പുഴയിലെ G സുധാകരൻ, കൊല്ലത്തെ ഐഷ പോറ്റി, പത്തനംതിട്ടയിലെ റെജി ലൂക്കോസ്, കൊല്ലത്തെ ഈ പറയുന്ന ഹസ്കർ അടക്കമുള്ള ആളുകൾ ഇടതുബന്ധം ഇല്ലെങ്കിൽ CPM ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് അവരോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് അവർ റിലീവ് ചെയ്യുന്ന ഇല്ലെങ്കിൽ CPM ബന്ധം പാടെ ഉപേക്ഷിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ ഉയർന്ന ജനാധിപത്യ ബോധമുള്ള ആളുകൾ, നല്ല കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിനോടൊപ്പം ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ പിണറായിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, ഈ സംഘപരിവാറുമായിട്ടൊക്കെ രഹസ്യബന്ധം സൂക്ഷിക്കുന്ന ആളുകൾ BJP-യിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ശ്രീ ലാൽകുമാർ, ശ്രീ സുരേഷ് ബാബു ഇത്തരത്തിൽ ആടി ഉലയുന്ന കപ്പലിൻ്റെ അവസാനത്തെ ആണി അടിക്കുന്ന ആളായിരിക്കും ഈ പറയുന്ന KB ഗണേഷ് കുമാർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഈ രണ്ട് പ്രസക്തമായ വിഷയങ്ങൾ കൂടി നിങ്ങളുടെ അഭിപ്രായം, ഈ ഇല്ലാത്ത വാർത്തകളുടെ പേരിൽ വികാരധീനാവുന്ന ഇല്ലെങ്കിൽ ആവേശം കൊള്ളുന്ന നിങ്ങളൊക്കെ തന്നെ ഏറ്റവും പ്രസക്തമായി കേരളം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, കേരളത്തിലെ വീട്ടമ്മമാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ എത്തരത്തിലാണ് പ്രതികരണം നടത്തുന്നുള്ള കാര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി കെ സുധാകരൻ ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്ന് പറയുന്നു. ഞാൻ അദ്ദേഹത്തോട് വളരെ ഉത്തരവാദിത്വബോധത്തോടു കൂടി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രതികരണം കണ്ടില്ല. ഏതായാലും ശരി, ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥി നിർണ്ണയം പ്രഖ്യാപിക്കുന്നത് വ്യക്തമായ കീഴ്വഴക്കത്തോടു കൂടിയാണ്. ബഹുമാനപ്പെട്ട കെ സുധാകരൻ മുൻ KPCCയുടെ അധ്യക്ഷനാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹത്തിനെ കൂടി കേട്ടുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളെയും പരിഗണിച്ചുകൊണ്ട് ടീം UDF മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടും. അതിൽ നിന്നുള്ള അസ്വസ്ഥതകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വളച്ചൊടിക്കലുകൾ, ഇത്തരത്തിലുള്ള വളഞ്ഞവഴികൾ CPM നേതൃത്വം സ്വീകരിക്കാൻ CPM നേതൃത്വത്തിന് വല്ലാത്ത രീതിയിൽ പാടുപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ കടക്കുപുറത്ത് എന്ന് പറയുന്ന ഉറപ്പായ സാഹചര്യത്തിലാണ്. നമുക്കറിയാം, ഇവിടെ സമസ്ത മേഖലകളും ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തകർക്കപ്പെട്ട് മുന്നോട്ട് വന്ന സാഹചര്യമുണ്ട്. അത് മുൻപ് ഞാൻ സൂചിപ്പിച്ചു. ആരോഗ്യ മേഖല എന്ന് പറയുന്ന കേരളത്തിലെ സുപ്രധാനമായ മേഖലയെ വെന്റിലേറ്ററിലാക്കിയ അഭിനയ മന്ത്രിയുടെ കാര്യത്തിലാകട്ടെ, ആഭ്യന്തര വകുപ്പിനെ RSSന് പണയം വെച്ച കാര്യത്തിലാകട്ടെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്ത കാര്യത്തിലാകട്ടെ, ആഗോള അയ്യപ്പ സംഘം എന്നുള്ള ആളില്ലാ സംഘം നടത്തി കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച കാര്യത്തിലാകട്ടെ, അയ്യപ്പന്റെ ആഭരണങ്ങൾ കൊള്ളയടിച്ച ആളുകളെ ഇന്നീ നിമിഷവും പ്രൊട്ടക്ട് ചെയ്യുന്ന CPM നേതൃത്വത്തിന്റെ ശൈലിയാകട്ടെ, അങ്ങനെ ഡേറ്റ കൊള്ള നടത്തിക്കൊണ്ട് കേരളത്തിലെ ഉദ്യോഗസ്ഥരെ കൈക്കലാക്കാൻ വേണ്ടി കേരളത്തിലെ പൊതു ഖജനാവിൽ നിന്ന് പണം ഉപയോഗിച്ചുകൊണ്ട് പിണറായി സഖാവ് നടത്തുന്ന PR രാജൻ നടത്തുന്ന PR എക്സസൈസിലാകട്ടെ, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ ചേർത്ത് വായിക്കുന്നുണ്ട്. ഞങ്ങൾ പൂർണ്ണ കോൺഫിഡന്റ് ആണ്. ഞങ്ങളുടെ ടീം UDF ഒറ്റക്കെട്ടാണ്. മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടും. ഈ മാസം തോടുകൂടി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അടുത്ത മാസത്തോട് തെരഞ്ഞെടുപ്പ് ഈ മാസത്തോടു കൂടി പ്രഖ്യാപിക്കാൻ പോകുന്നു. അടുത്ത മാസത്തോടു കൂടി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് വലിയൊരു അധികാരമാറ്റം കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയൊരു മാറ്റം, വലിയൊരു മുന്നേറ്റം കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തൗഫീക്ക് ഇങ്ങനെ അനന്തമായി സംസാരിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് ഒരു പോയിന്റായിട്ട് അവതരിപ്പിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഒരു പഴയ സുഹൃത്ത് എന്ന നിലയ്ക്ക് പറയുകയാണ്. സുരേഷ് ബാബു സാർ, ഞാൻ താങ്കളിലേക്ക് വരുന്നു. ഇതാ പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ആ ജാഥ, ഇവരുടെ യാത്ര മാന്ത്രികമായ ഒരു ഇഫക്റ്റ് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. CPIM-ൽ നിന്ന് ഒരുപാട് പേർ കോൺഗ്രസിലേക്ക് വന്നു, കുറേ പേർ BJP-യിലേക്ക് പോയിട്ടുണ്ട്. അവർ പിണറായി പിന്തുടരുന്ന BJP അനുകൂല നിലപാട് ഉള്ളവരാണ് അങ്ങോട്ട് പോയത് എന്ന് ഒന്ന് പറഞ്ഞു. ഒപ്പം തന്നെ അതോടൊപ്പം അത്ഭുതകരമായൊരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ഗണേഷ് കുമാറിനെതിരെ ആരോപണ വാർത്തകൾ വന്നിരിക്കുന്നു. ഗണേഷ് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് ആരോപണ വാർത്ത വന്നിരിക്കുന്നു. അതോടുകൂടി അത് LDF-ൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായി മാറും എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ താങ്കളുടെ മുമ്പിലുണ്ട്. എന്താണ് മറുപടി സുരേഷ് ബാബു? ഇതിനകത്ത് പിന്നെ എൻ്റെ യുവ സ്നേഹിതൻ്റെ ആവേശത്തോടും അദ്ദേഹത്തിൻ്റെ വികാരപ്രകടനത്തോടും എനിക്ക് ബഹുമാനമാണുള്ളത്. പക്ഷേ ഞാൻ കുറേ കാലം പ്രവർത്തിച്ചൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പുതിയ വക്താവ് ഈ രൂപത്തിലാണോ ജനങ്ങളെ തങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ അവതരിപ്പിക്കേണ്ടത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതാണോ ശ്രീ ചന്ദ്രശേഖരൻ അദ്ദേഹത്തെ
ജേർണലിസ്റ്റം പഠിപ്പിക്കുന്നതിൽ പഠിപ്പിച്ചു കൊടുത്തത് എന്ന് ആണ് എൻ്റെ ബലമായ സംശയം. അങ്ങനെയാണ് വേണ്ടത് എന്ന് താങ്കൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യമുള്ളത്, എൻ്റെ ഒരു സംശയമുള്ളത്. പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വരാം. നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ 2016 തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇതുപോലെ ആവേശത്തോടു കൂടി സംസാരിച്ച ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തിൽ തിരിച്ച് ഒരു വരവിന് വേണ്ടിയുള്ള പ്രയാണത്തിൽ അദ്ദേഹം ഒരുപടി സംസാരിച്ചിട്ടുണ്ട്. അത് ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ്ങോ അല്ലെങ്കിൽ കേരളത്തിലെ കീഴ്വഴക്കത്തിൻ്റെ ഭാഗമായി ഒരു തവണ UDF ആണെങ്കിൽ പിറ്റേത്തെ തവണ LDF എന്ന നിലയിൽ വന്നു എന്നൊരു സമാശ്വാസം UDFൻ്റെ പ്രവർത്തകരായി അന്ന് ഉണ്ടായിരുന്ന ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് 2021 ഇതുപോലെ വാചാലമായി UDF പ്രവർത്തിച്ചു, സംസാരിച്ചു, വളരെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ 21 16 കിട്ടിയതിനേക്കാൾ കൂടുതൽ സംഖ്യയോടുകൂടി LDFന് ജയിക്കാൻ കഴിഞ്ഞു. അത് ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അത് തന്നെ 26 തുടർന്നോളണമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്ന ഒരാളല്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ പറയേണ്ടുന്നൊരു വിഷയം എന്താണ്, നമ്മുടെ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുന്ന കാലഘട്ടത്തിലൊക്കെ നമുക്കതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാമായിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് ഒബ്സർവർമാർ വന്നതിൽ ഇന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ പ്രധാനിയാണ്. ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തോട് വ്യക്തിപരമായി ചോദിച്ചു, ഹാവ് യു ഗോട്ട് എനി മെസ്സേജ്, ഹാവ് യു ഗോട്ട് എനി കാൻഡിഡേറ്റ് ഫ്രം ഹൈക്കമാൻഡ്, ഇഫ് സോ I will not stand in the way, I will pave the way for him. അദ്ദേഹം അന്ന് ശ്രീ രമേശ് ചെന്നിത്തലയോട് പറഞ്ഞത്, നോ, ഞങ്ങൾ വളരെ പൂർണ്ണ മനസ്സോടുകൂടിയാണ് വന്നത്. ഞങ്ങൾക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കാനും മാത്രം ഇവിടുത്തെ MLAമാരുടെ അഭിപ്രായം മാത്രം സംഖ്യാപരമായി ശേഖരിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞതെന്ന്. എൻ്റെ വിശ്വാസത്തിലും അറിവിലും ആ ഒബ്സർവേഷനിൽ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു ഭൂരിപക്ഷം. രമേശ് ചെന്നിത്തലയുടെ പേരാണ് കൂടുതൽ ആളുകൾ പറഞ്ഞത്. ബട്ട് അൺസെറിമോണിയസ്ലി ഹി ഹാസ് ബീൻ റിമൂവ്ഡ് ആൻഡ് സംബഡി എൽസ്, ശ്രീ സതീശൻ ഹാസ് ബീൻ പ്ലേസ്ഡ്. സതീശൻ പ്ലേസ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അട്ടിമറി സംഘടിപ്പിച്ചത്? ഇത്തരത്തിലുള്ള ഒരു പരാമർശം പരക്കെ മാധ്യമപ്രവർത്തകർക്കും നിരീക്ഷകർക്കും ഒക്കെ ഇടയിലുണ്ടെങ്കിലും കോൺഗ്രസിൽ ആധികാരികമായ പദവി വഹിച്ചിരുന്ന നേതൃസ്ഥാനത്തുണ്ടായിരുന്ന അങ്ങിത് വെളിപ്പെടുത്തുമ്പോൾ, ഒരു ചർച്ചയിൽ വെളിപ്പെടുത്തുമ്പോൾ അത് പരമപ്രധാനമാണ്. അതിന് ഇപ്പോഴത്തെ കേരള അന്തരീക്ഷത്തിൽ വലിയ വാർത്താ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ടും അദ്ദേഹം അപമാനിതനായി? എന്തുകൊണ്ട് ഭൂരിപക്ഷം MLAമാരുടെ പിന്തുണ ഇല്ലാതിരുന്ന സതീശൻ പ്രതിപക്ഷ നേതാവായി അവതരിപ്പിക്കപ്പെട്ടു? എന്താണ് അതിന് പിന്നിലുള്ള അന്തർനാടകങ്ങൾ എന്തായിരുന്നു? താങ്കൾക്കിപ്പോൾ വിശദീകരിക്കാമോ? ഞാൻ ഇപ്പം അതിലേക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാൻ ഇപ്പം താല്പര്യപ്പെടുന്നില്ല ശ്രീ ചന്ദ്രശേഖരൻ. പക്ഷെ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് അല്ലേ? ഉറപ്പിച്ച് പറയാം, അങ്ങനെയാണത് സംഭവിച്ചത്. ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ സംഭവിക്കുന്നത് സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ ആ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഈവൻറ്റിന് വേണ്ടി ഒരു നേതാവ് അവിടെ വരുമ്പോൾ, എനിക്ക് ഓർമ്മയുണ്ട് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഒരു ജാഥ നടത്തി. ആ ജാഥയിൽ അന്ന് ഞാൻ കേരള വിഷൻ്റെ ചെയർമാനായി കേരളത്തിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് ഒരു ബ്രോഷറൊക്കെ പ്രസിദ്ധീകരിച്ചതാണ്. എൻ്റെ കൈകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയെ ഏൽപ്പിച്ച് അത് ശ്രീമതി സോണിയാഗാന്ധിയെ ഏൽപ്പിക്കുന്നത്. അന്ന് ശ്രീമതി സോണിയാഗാന്ധിക്ക് ആ ഒരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മീഡിയ ഫോക്കസിന് വേണ്ടി ഒറ്റ പരിപാടിക്ക്. കാരണം വലിയൊരു പരിപാടിക്കാണല്ലോ വരുന്നത്. 10-30 ദിവസക്കാലം കേരളം മുഴുവൻ ക്രോസ് കൺട്രി യാത്ര ചെയ്ത് വന്നിട്ടുള്ള ഒരു സംഗതിയിൽ ആ ക്രോസ് കൺട്രി യാത്രയുടെ ഭാഗമായി വരുന്ന പരിപാടിയിൽ ആ സ്റ്റാർ ലീഡർ ഫോക്കസ് ചെയ്യപ്പെടണമെങ്കിൽ, ആ യാത്ര ഫോക്കസ് ചെയ്യപ്പെടണമെങ്കിൽ ഒറ്റ പരിപാടിയായിട്ട് അവരെ കൊടുക്കണം. അതിന് ശേഷം പിറ്റേ ദിവസമൊക്കെ വേറെ കൊടുത്താലും തിരക്കേടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിൽ നിന്നും വിപരീതമായിട്ടാണ് ഈ പുതുയുഗയാത്ര നടന്നത്. പുതുയുഗയാത്രയിൽ രാഹുൽ ഗാന്ധി പങ്കെടുപ്പിച്ചത് എന്നതിൽ കടുത്ത നീരസം. ആ നീരസത്തിന് പ്രസക്തിയുണ്ട്. ആ നീരസത്തിന് അങ്ങനെ അദ്ദേഹത്തിന് നീരസം ഉണ്ടാകുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ.
അത്രയും അധ്വാനിച്ച് കേരളത്തിലെ ഒരു UDFൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കേരളം മുഴുവൻ യാത്ര ചെയ്ത് തിരിച്ചെത്തിയ ആ ഒരു പരിപാടിയെ അതിനെ മാഗ്നിഫൈ ചെയ്യാതിരിക്കുന്ന രൂപത്തിൽ അതിനെ അവതരിപ്പിക്കുന്നതിൽ ആരൊക്കെയോ പങ്കുവഹിച്ചു എന്ന ഒരു 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 ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ അദ്ദേഹം നടത്തിയ ഒരു പരിപാടിക്ക് ഫോക്കസ് കിട്ടേണ്ടതില്ലായിരുന്നു എന്നത് കൂടി സൂചിപ്പിക്കുന്നതാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. അദ്ദേഹം മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഏകാംഗ നൃത്തം അത് നടത്തുന്നത് ഈ പ്രതിപക്ഷ നേതാവാണെന്നും അങ്ങനെ വേണ്ട നിങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹത്തെ ആരൊക്കെയോ ഫീഡ് ചെയ്ത് UDFൻ്റെ കലക്റ്റീവ് ലീഡർഷിപ്പിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരു രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഏതെങ്കിലും ചില വ്യക്തികളെ വേണ്ടത്ര ഫോക്കസിങ് കിട്ടാതിരിക്കണമെന്ന ഒരു ആഗ്രഹത്തോടു കൂടിയാണ്. ആ ഒരു മനപ്രയാസത്തിൽ ശ്രീ VD സതീശൻ ഈ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ സെൻറ്റിമെൻറ്റിൻ്റെ കൂടെയാണ് ഞാൻ, അദ്ദേഹത്തിൻ്റെ സെൻറ്റിമെൻറ്റിൻ്റെ കൂടെയാണ് ഞാൻ. കാരണം ഈ കേരളം മുഴുവൻ ഇദ്ദേഹം സൂചിപ്പിച്ച പിണറായിസത്തിനെതിരെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും തലതൊട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു തരത്തിലുമുള്ള ഫോക്കസിങ് ഉണ്ടാവരുത് എന്ന് ആ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ വിചാരിക്കുമ്പോൾ എവിടെയാണ് ഇവരുദ്ദേശിക്കുന്ന ഈ 9.25 കൊല്ലത്തത് അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യേണ്ടുന്ന കാര്യം ഇതൊന്നുമല്ലല്ലോ. അത് മനസ്സിലാക്കുവാൻ ഈ UDF ലീഡർഷിപ്പിന് കഴിയണം എന്നുള്ളത് മാത്രമേ എനിക്ക് ഈ തരുണത്തിൽ പറയാനുള്ളൂ. ലാൽകുമാർ, ഞാൻ താങ്കളിലേക്ക് വരുന്നു. ഇപ്പോൾ മുതിർന്ന പഴയ കോൺഗ്രസ് നേതാവും NCP നേതാവുമായ അഡ്വക്കേറ്റ് സുരേഷ് ബാബു ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രസക്തമായ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കോൺഗ്രസ് നേതൃത്വം, ദേശീയ നേതൃത്വം എന്തുകൊണ്ട് ഇത്തരത്തിൽ പെരുമാറി എന്നത് ഒരു ചർച്ചാ വിഷയമാണ്. മാധ്യമങ്ങളിൽ വരുന്നതും മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നും മനസ്സിലാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യം ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ നമ്മൾ പരാമർശിക്കുന്ന രാജീവിൻ്റെ റിപ്പോർട്ടിൽ പോലും പരാമർശിക്കുന്ന കാര്യം ഇതാണ്. ഇത് ഈ യാത്ര തുടങ്ങിയപ്പോൾ മുതൽ ഉണ്ടായിരുന്നു. യാത്ര ഓരോ ജില്ല തോറും ഒരു വലിയ സംഭവമാക്കാൻ ദേശീയ നേതാക്കളുടെ പങ്കാളിത്തം ജില്ല തോറും ഉറപ്പാക്കണം എന്ന് നേരത്തെ തന്നെ ഇദ്ദേഹം എഴുതി കൊടുത്തിരുന്നു. പ്രതിപക്ഷ നേതാവ് എഴുതി കൊടുത്തിരുന്നു. ഒരു പട്ടികയും ഓരോ ജില്ലയുടെയും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ വെച്ച് ആര് പങ്കെടുക്കണം എന്ന് കാണിച്ചുകൊണ്ടൊരു പട്ടികയും കൊടുത്തിരുന്നു. ദേശീയ നേതൃത്വം അതിനോട് പ്രതികരിച്ചേയില്ല. തെക്കൻ കേരളത്തിലേക്ക് എത്തിയപ്പോഴാണ് ദേശീയ പ്രാധാന്യമുണ്ട് എന്ന് പറയാവുന്ന ചിലരുടെയെങ്കിലും സാന്നിധ്യം വന്നത്. ആദ്യ പോസ്റ്ററുകളിൽ സതീശന് ആയിരുന്നു വലിയ പ്രാമുഖ്യം എന്ന വിമർശനം വന്നു. മുസ്ലിം ലീഗ് നേതാക്കളിൽ നിന്ന് പോലും ആ വിമർശനം വന്നു. ദേശീയ നേതൃത്വം ഇടപെട്ടു. പോസ്റ്റർ രണ്ടാമത് അടിക്കേണ്ടി വന്നു എന്നൊരു വാർത്തയുണ്ട്. ഏറ്റവും അവസാനം ഇപ്പോൾ സുരേഷ് ബാബു സാർ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴത്തെ കാര്യം. രാഹുൽ ഗാന്ധി ഈ ഒറ്റ പരിപാടിയിൽ പങ്കെടുക്കുകയല്ല ചെയ്തത്. അദ്ദേഹത്തിന് സമാപന ദിവസം രാവിലെ പോലും പല പരിപാടികൾ അസൈൻ ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട ഈ ഗുരുവിൻ്റെയും ഗാന്ധിയുടെയും കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷം അത് മാറ്റിവെക്കണം എന്ന് ഇദ്ദേഹം VD സതീശൻ ആവശ്യപ്പെടുകയുണ്ടായി. അത് നിരസിക്കപ്പെട്ടു. ഇത്തരത്തിൽ പെരുമാറിയത് ഈ യാത്ര ഇടിച്ചു താഴ്ത്താനാണോ, സതീശന് ഒരു സന്ദേശം നൽകാനാണോ, കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കാകെ ഒരു സന്ദേശം നൽകാനാണോ, ആ സന്ദേശം വാചാലമാകട്ടെ എന്ന ധാരണയോടുകൂടിയാണോ ആ യോഗത്തിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത്തരം ഒരു പരാമർശം നടത്തിയത്, സിംഗിൾ ഡാൻസ് പരാമർശം നടത്തിയത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. നിരീക്ഷകൻ എന്ന നിലയ്ക്ക് പ്രതികരണം. ലാൽകുമാർ. അല്ല, ഇത് വളരെ എവിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനതിനെ നോക്കി കാണുന്നത് നോക്കൂ, കേരളത്തിൽ ഇപ്പം ഒരുപാട് നേതാക്കന്മാരാണ്. ഇപ്പം VD സതീശൻ ഒരു നേതാവാണ്, രമേശ് ചെന്നിത്തല, K മുരളീധരൻ, ഇങ്ങനെ പല ആൾക്കാർ, ഇപ്പോൾ K സുധാകരൻ, ഇങ്ങനെ ഒരുപാട് പേര് ഈ ഓരോ സ്ഥലത്തിരുന്ന് നേതാക്കന്മാരാണ്, അല്ലെങ്കിൽ ഈ തയ്പ്പിച്ച് വെച്ചിരിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. പക്ഷേ കേരളത്തിലെ ഇപ്പോഴത്തെ നേതാവ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവരാരുമല്ല. കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു രീതി അനുസരിച്ച്. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടിക്ക് പ്രഷറൈസ് ചെയ്ത് കുറേ കാര്യങ്ങൾ മേടിക്കാനും അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. K കരുണാകരന് അതിനുള്ള ശക്തി ഉണ്ടായിരുന്നു. അങ്ങനെ ജനങ്ങൾക്കിടയിൽ നിന്ന് ജനങ്ങളൊരു മാസായി നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളത് മേ ബി രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും. അതിപ്പം VD സതീശന് പോലും അത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇപ്പം
കോൺഗ്രസിൽ കുറച്ച് കാലമായിട്ടെങ്കിലും ഉമ്മൻചാണ്ടിക്ക് ശേഷമെന്ന് ഞാൻ പറയുന്നില്ല, ഉമ്മൻചാണ്ടിക്ക് മുമ്പ് തന്നെ ഏതാണ്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ആൾ നേതാവാകുക എന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ കർണാടക കാലത്തൊന്നും അങ്ങനെയല്ല. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം അദ്ദേഹം വി ഡി സതീശൻ എന്ത് ശ്രമിച്ചാലും കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയുടെ ആയിരിക്കും. അപ്പോൾ രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ അത് കെ സി വേണുഗോപാലിന് എന്ത് പറയാനാണ് സതീശനോട് പറയാനുള്ളത്, അത് ഇൻഡയറക്റ്റ്ലി പറയുകയായിരിക്കും രാഹുൽ ഗാന്ധി ചെയ്യുക. ഇത് തന്നെയായിരിക്കും അവിടെ നടക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. തൗഫീഖിൻ്റെ 1-2 ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ നമ്മളത് സ്കിപ്പ് ചെയ്തെന്ന് വിചാരിക്കും. ഒന്ന്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം കറക്റ്റായിട്ട് മറുപടി പറഞ്ഞില്ല. എന്താണ്? സുധാകരൻ്റെ കാര്യത്തിൽ പാർട്ടി പരിശോധിച്ച് എന്നൊക്കെ പറഞ്ഞൊരു കാര്യം പറഞ്ഞു. നോക്കൂ, നിങ്ങളുടെ ആൾ പബ്ലിക്കായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ് ഞങ്ങൾ എന്നെ മത്സരിക്കുമെന്ന്. അതിനിപ്പം തൗഫീഖിന് ചിലപ്പോൾ ഒരു മറുപടി പറയാൻ ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും. കാര്യം തൗഫീഖ് ആ സ്റ്റേച്ചറിലുള്ള ഒരു ലീഡർ അല്ലാത്തതുകൊണ്ട്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ KPCC അധ്യക്ഷൻ മറുപടി പറയാം, സുധാകരൻ പറഞ്ഞ് തെറ്റാന്ന് പറയാം. അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ഥാനാർത്ഥി നിർണ്ണയം ഉണ്ടായിട്ടില്ല, അത് അദ്ദേഹം പറയുന്ന പോലൊന്നുമല്ല, അദ്ദേഹം പാർട്ടിക്ക് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതായിട്ട് സാഹചര്യം വരും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ അവരാരും പറഞ്ഞിട്ടില്ല. അവർക്ക് അങ്ങനെ പറഞ്ഞാൽ സുധാകരൻ ഏത് തലത്തിൽ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട്. കണ്ണൂർ അദ്ദേഹം മത്സരിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. കണ്ണൂർ അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമോ എന്ന് നിർബന്ധമായി അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. കാര്യം എനിക്ക് അങ്ങനെയുള്ള കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ എന്നാൽ ഞാൻ BJPയുടെ സ്ഥാനാർത്ഥിയായി നിന്നേക്കാം എന്ന് സുധാകരൻ വിചാരിച്ചാൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗവും നിർത്തുന്നു. 3, വിഷയം വന്ന ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനകത്താണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ബാക്ക് ഫൂട്ടിൽ നിൽക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗണേഷ് കുമാർ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കേണ്ട കാര്യം നമുക്കില്ല. പക്ഷേ ഇവിടെ ഒരു അനാലജി ഡ്രോ ചെയ്യാനാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ചെയ്തതും ബാക്കിയുള്ളവർ ചെയ്തതുമായി ബന്ധപ്പെടുത്തി ഒരു ചിത്രീകരണമാണ് ഇവിടെ കൊണ്ടിരുന്നത്. അതാണല്ലോ ഇവിടെ വരുന്നൊരു വിഷയം. നോക്കൂ, ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ലോ പ്രകാരം, ഞാൻ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുമൊന്നുമല്ല, അഡൾട്ടറി ഈസ് നോട്ട് എ ക്രൈം ആഫ്റ്റർ 2018 ജഡ്ജ്മെൻറ്റ് ഓഫ് ദ സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിന് അഡൾട്ടറി നമ്മുടെ നാട്ടിൽ തെറ്റല്ല, വേറൊരാളുമായിട്ട് ബന്ധപ്പെടാം. അത് ഒരു റോങ് ആണോ? അതെ, ഇറ്റ് ഈസ് നോട്ട് എ ക്രിമിനൽ റോങ്, ഇറ്റ് ഈസ് എ സിവിൽ റോങ്. അതെനിക്ക് തോന്നുന്നു പ്രാക്ടീസ് ചെയ്യുന്ന തൗഫീഖിന് അറിയാവുന്ന കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. അറിയത്തില്ലെങ്കിൽ അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇറ്റ് ഈസ് എ സിവിൽ റോങ്. ആ സിവിൽ റോങ് ആർക്കാണ് മുന്നോട്ടെടുക്കാൻ പറ്റുക? ആ ലേഡിക്കാണ് എടുക്കാൻ പറ്റുക. അതിന് പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് കാര്യമില്ല. സ്റ്റേറ്റിന് അതിനകത്തൊന്നും ചെയ്യാനില്ല. സ്റ്റേറ്റ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താലും പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്താലും അതിനകത്ത് സ്റ്റേറ്റിന് അതിനകത്തൊന്നും ചെയ്യാനില്ല. ബട്ട് അതേ സ്ഥാനത്ത് മറ്റുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന പരാതി, ഒരു പരാതിക്കാരിയുണ്ട്. എന്താണ് പരാതി? റേപ്പ് ചെയ്തു എന്നാ. അവരെ റേപ്പ് ചെയ്തു എന്നാ പരാതി. അതേ സ്ഥാനത്ത് ഇവിടെ എന്താ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പറയുന്നത് മറ്റേതോ ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന്. ആ മറ്റേതോ ഒരു സ്ത്രീ വന്ന് പറയുകയാണ് ഇദ്ദേഹം എന്നെ മൊളസ്റ്റ് ചെയ്തെന്നോ എന്നെ റേപ്പ് ചെയ്തെന്നോ പറഞ്ഞാൽ മാത്രമേ അതൊരു ക്രൈം ആകൂ. അല്ലെങ്കിൽ അതൊരു അലിഗേഷൻ മാത്രമാണ്, ഒരു അഡൾട്ടറിക്കെതിരെയുള്ള ഒരു അലിഗേഷൻ മാത്രമാണ്. ആ ബേസിക് പ്രിൻസിപ്പിൾ, ആ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ തൗഫീഖ് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നത്. അദ്ദേഹം എങ്ങനെ വേണേൽ കൗണ്ടർ ചെയ്തോട്ട്, എനിക്കതിനൊന്നും പറയാനില്ല. അപ്പം ഒരു വിഷയത്തിൽ അത് ലീഗൽ പ്രാക്ടീസ് ചെയ്യുന്നവരത് മനസ്സിലാക്കിയിരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഇതിനകത്ത് എന്താണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ളത്? അയാൾക്ക് അഡൾട്ടറസ്, ഇപ്പോൾ ഈ പറയുന്ന പ്രസ്ഥാനങ്ങളുമായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അഡൾട്ടറസ് റിലേഷൻഷിപ്പിൻ്റെ ഓരോത്തിൻ്റെയും പുറകെ പോകാനാണെങ്കിൽ അതിന് മാത്രം പലരെയും പിടിച്ചുവിടേണ്ടി വരും. പല പാർട്ടിയിൽ നിന്നും പിടിച്ചുകൊണ്ട് വരും. പക്ഷേ അതൊരു പബ്ലിക് ക്രൈം ആവുന്നുണ്ടോ, ഒരു റോങ് ആവുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് പ്രസക്തി. ഇപ്പോൾ ഇവിടെ ആ ലേഡി ചെയ്തിരിക്കുന്നത്, അവർ DGPക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ആ കംപ്ലയിൻറ്റിൽ DGP എന്ത് ചെയ്യും? DGPക്ക് ആക്ട് ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ പറയുന്നത് DGP ഏതാണ്ട് ചെയ്തില്ലെന്നാ. DGPക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് എ സിവിൽ റോങ്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഞാൻ മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, എവിടെ എഴുതിയിരിക്കുന്നത്? സുരേഷ് ബാബു സാറിനോട് ചോദിച്ചു. സുരേഷ് ബാബു സാർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്, പ്രാക്ടീസ് ചെയ്യുന്ന ലോയറാണ്. പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നത്. അപ്പം എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? എനിക്ക് പോകുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് എൻ്റെ വൈഫുണ്ടെങ്കിൽ അവർക്ക് ഡിവോഴ്സ് ചെയ്യാൻ അവർക്കൊരു ഗ്രൗണ്ടായി മാറും. ഏതാ, എനിക്ക് അഡൾട്ടറസ് റിലേഷൻ അല്ലെങ്കിൽ അഡൾട്ടറി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു സിവിൽ റോങ് ആയതുകൊണ്ട് അവർക്ക് അതിനകത്ത് ഡിവോഴ്സിന് ഒരു ഗ്രൗണ്ട് ആവും. അതിന് ആ സിവിൽ റോങ്ങിന് മാത്രം ഉപയോഗിക്കാൻ പറ്റൂ. അല്ലാതെ CPM-നോട് മറുപടി ചോദിച്ചിട്ട് പിണറായി വിജയൻ ഇതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈമലത്തി കാണിക്കാനേ പറ്റൂ. അതേ സ്ഥാനത്ത് മറ്റേ കാര്യത്തിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. കാര്യം അവിടെ ഒരു പരാതിക്കാരിയുണ്ട്. ഇവിടെ പരാതിക്കാരി ഭാര്യയാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം അവർ സിവിൽ കോടതിയിൽ പോയി തീർക്കേണ്ടതാണെന്നുള്ള ബേസിക് പ്രിൻസിപ്പിൾ താങ്കൾ ഓർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി. തൗഫീഖെ, താങ്കളിലേക്ക് വരികയാണ്. ഞാൻ ചോദ്യങ്ങളൊന്നും വെക്കുന്നില്ല. ഏതായാലും ചർച്ച എവിടെ എത്തി നിൽക്കുന്നു എന്ന് താങ്കൾക്കറിയാം. എന്തായാലും
വി.ഡി. സതീശൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുക്കാത്ത കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ട്. ആ പ്രശ്നം ഒറ്റപ്പെട്ടതല്ല എന്ന് വന്നു. അതുപോലെ തന്നെ ചർച്ച ഇവിടം വരെ എത്തിയിരിക്കുന്നു. തൗഫീഖ് ഇടപെട്ട് സംസാരിച്ചോളൂ. അല്ല, രണ്ട് കാര്യങ്ങൾക്കാണ് NPC ഇവിടെ മറുപടി പറയേണ്ടത്. ഒന്ന്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട് ഇവർ വല്ലാത്ത രീതിയിൽ തെറ്റിദ്ധാരണ, അതിൻ്റെ സമാപനവും ആ യാത്രയുമായി ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിൽ കേരളത്തിലെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ആ കാര്യത്തിലും ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട ശ്രീ ലാൽകുമാർ അവസാനം പറഞ്ഞ ഭാര്യ ആയതുകൊണ്ട് പരാതിക്ക് പ്രസക്തിയില്ല എന്നുള്ള കാര്യത്തിലുമാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ ധാർമ്മികത എന്ന് പറയുന്ന കാര്യം ഏതായാലും ഉണ്ടല്ലോ ലാൽകുമാർ. ഈ രണ്ട് കാര്യങ്ങളിലാണ് ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ എൻ്റെ വെർഷൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് ഇവിടെ NPC യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഈ യാത്ര ഉദ്ഘാടനം ചെയ്തത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, കോൺഗ്രസ് പ്രസിഡന്റ് കഴിഞ്ഞാൽ, കോൺഗ്രസ് അധ്യക്ഷൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്ന നേതാവാണ് ശ്രീ KC വേണുഗോപാൽ. അദ്ദേഹം മലയാളിയായി എന്നതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ഒന്നും വില കുറച്ച് കാണാനായി പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ജാഥ ഉദ്ഘാടനം ചെയ്തത് ഒരു ദേശീയ നേതാവാണ്. അതിനപ്പുറത്തേക്ക് ഈ യാത്രയിലുടനീളം ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല യാത്രയുടെ വിവിധ ഘട്ടങ്ങളിൽ ഭാഗമായി, ശ്രീ KPCC അധ്യക്ഷൻ ഭാഗമായി, ഈ യാത്രയിൽ സ്വാഭാവികമായിട്ടും ദേശീയ നേതാക്കന്മാർ, പ്രത്യേകിച്ച് ഈ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ പോലെ, ശ്രീ പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള നേതാക്കന്മാരൊക്കെ പങ്കെടുക്കാറ്, കോൺഗ്രസ് അധ്യക്ഷയെ പോലുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഘട്ടമുണ്ടാകുന്നത് യാത്രയുടെ സമാപന ഘട്ടത്തിലാണ്. അത് കോൺഗ്രസ് നയിച്ചിട്ടുള്ള എല്ലാ യാത്രകളുടെയും ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ അങ്ങേക്ക് മനസ്സിലാകും. ഈ യാത്രയുടെ സമാപനത്തിലാണ് ദേശീയ നേതാക്കന്മാർ പ്രധാനമായിട്ടും എത്താറ്. ഏതായാലും ശരി, ഈ യാത്ര വളരെ മികച്ച രീതിയിൽ വലിയ ജനപങ്കാളിത്തത്തോടു കൂടി, അത് ബഹുമാനപ്പെട്ട ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ നയിച്ച ആളില്ലാ ജാഥ പോലെയല്ല, ബംഗാളികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചതുപോലെയല്ല, ബംഗാളികളല്ല അതിഥി തൊഴിലാളികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചതുപോലെയല്ല, ഞങ്ങളുടെ യാത്രയിൽ പങ്കെടുത്ത ആളുകളും ആ പങ്കെടുത്ത ആളുകളുടെ ക്രൗഡും കണ്ട് ഈ CPM നേതൃത്വത്തിനും ഈ ഇത്തരത്തിലുള്ള നിരീക്ഷകർക്കൊക്കെ വല്ലാത്ത രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഈ എന്തെങ്കിലുമൊക്കെ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള തന്ത്രം, സ്ഥിരം ശൈലി, അത് CPM നേതൃത്വത്തിൻ്റെ ആ AKG സെൻറ്ററിൽ ഇരിക്കുന്ന വീണ ജോർജിൻ്റെ പഴയ സഹപ്രവർത്തകൻ കിണറുകുലു നികേഷ് കുമാറിൻ്റെ ഒക്കെ തന്ത്രമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഒന്നും അനാവശ്യ പ്രതികരണത്തിലേക്ക് പോയില്ല. NPC അതിനോടൊപ്പം തന്നെ പാലക്കാട് പിരിയാരി എണ്ണിയപ്പോൾ പിരിപോയ പീസന്നും ഒക്കെ ചേർന്ന് രചിക്കുന്ന തിരക്കഥകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇവരൊക്കെ ഇത്തരത്തിൽ സംസാരിക്കുന്നത്. ഏതായാലും ശരി, അതൊന്നും വില പോകില്ല. അതൊന്നാമത്തെ കാര്യം. അതായത് ഇവർ തെറ്റിദ്ധാരണ പരത്താനായി ശ്രമം നടത്തുന്നുണ്ട്. ഞങ്ങളുടെ യാത്രയിൽ വളരെ കൃത്യമായി ടീം UDF ഒറ്റക്കെട്ടായിട്ടാണ് അണിനിരുന്നത്. ദേശീയ നേതാക്കന്മാർ പങ്കെടുക്കേണ്ട ഘട്ടത്തിൽ ദേശീയ നേതാക്കന്മാർ പങ്കെടുത്തു. വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് യാത്ര മുന്നോട്ട് പോയത്. രണ്ടാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് ലാൽകുമാർ പറഞ്ഞ വർഷനാണ്. അദ്ദേഹം നിയമത്തിൻ്റെ പഴുതുകളിലൂടെ, സാധുകളിലൂടെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരത്തിൽ KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഗതാഗത മന്ത്രിയുടെ ഭാര്യ സ്വന്തം വീട്ടിലെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ അവിടെ അദ്ദേഹത്തെ പറയുന്ന സ്വന്തം ഭാര്യയെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ മന്ത്രിയുടെ സ്റ്റാഫ് എന്ന് പറയുന്ന ആൾ ആ മന്ത്രിയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ട് പോലീസിനെ വിളിച്ചു വരുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ പോലീസിനെ വിളിച്ചു വരുത്തിയിട്ട് പരാതി എടുക്കുന്നതിന് പകരം, പരാതി രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം ആ പരാതി ഒതുക്കി തീർക്കാൻ നടത്തിയ ശ്രമമുണ്ട് ലാൽകുമാർ. അത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ മന്ത്രിയുടെ സ്റ്റാഫ് ഈ പറയുന്ന മന്ത്രിയുടെ ഭാര്യയെ മർദ്ദിച്ചിട്ട് അവർക്കെതിരെ നടപടിയെടുക്കാതെ പോകുന്നു എന്ന് പറയുമ്പോൾ ഇതിനെ നിയമത്തിൻ്റെ കണ്ണുകളിലൂടെ കണ്ടുകൊണ്ട് ഗണേഷ് കുമാർ ചെയ്തതെല്ലാം വളരെ മികച്ച കാര്യമാണ്. ഗണേഷ് കുമാർ ചെയ്തതെല്ലാം വളരെ മാന്യതയുടെ പര്യായത്തിൻ്റെ മുഖമാണ്. കേരളത്തിൻ്റെ ഏറ്റവും മാന്യതയുടെ പര്യായമാണ് ഗണേഷ് കുമാർ എന്ന തരത്തിൽ അങ്ങ് ചിത്രീകരിക്കരുത്. അതേതായാലും വില പോകില്ല. അതിനപ്പുറത്തേക്ക് ഞാൻ അങ്ങയോട് വളരെ സ്നേഹപൂർവ്വം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഇനി ഏതായാലും ശരി, ഈ ഗണേഷ് കുമാറിന്റെ രാജി ഉപസംഹരിക്കില്ല. ലാലിനോട് ഞാൻ അങ്ങ് പറഞ്ഞപ്പോ ഇടപെട്ടില്ല. അങ്ങ് എന്തിനാണ് കാര്യം? എന്താ ഞാൻ അതങ്ങ് പറഞ്ഞപ്പോൾ ഇടപെട്ടുന്ന എന്ത് സാഹചര്യം ഉണ്ടായോ? അല്ല, അങ്ങയുടെ ഔദാര്യം എനിക്ക് വേണ്ട. എനിക്ക് പറഞ്ഞിരിക്കുന്ന സമയത്താണ്, ബഹുമാനപ്പെട്ട NPC അനുവദിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങയുടെ ഔദാര്യം ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് പറഞ്ഞ സാഹചര്യത്തിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു എന്ന് പറയുന്നത് ഞങ്ങളാരും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. NPC കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു എന്ന് പറയുന്നത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഭാര്യയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ ഫോൺ തെളിവ് സഹിതം ഗണേഷ് കുമാറിന്റെ ഇത്തരത്തിലുള്ള ചെയ്തികളുടെ തെളിവുകൾ
അത് ഫോണിൽ ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ ഫോൺ പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിച്ചത് ഗണേഷ് കുമാറിന്റെ സ്റ്റാഫാണ് അത്തരത്തിൽ തന്നെ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഞാനല്ല അങ്ങത് മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങക്ക് സ്വാഭാവികമായിട്ട് CPM വർഷം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ അതിനപ്പുറത്തേക്ക് അങ്ങ് ചില യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കണം. അതാ ഈ ഘട്ടങ്ങളിൽ അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും NPC ഈ രണ്ട് കാര്യങ്ങൾ ഏതായാലും NPC ഈ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ പൊതുവെ യാത്രയിൽ ഒറ്റക്കെട്ടായിട്ടാണ് ടീം UDF ഞങ്ങൾക്ക് വലിയ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വലിയ കോൺഫിഡൻസ് ഉണ്ട്, ഞങ്ങൾക്ക് നിശ്ചയദാർഢ്യമുണ്ട്. കേരളത്തിൽ പ്രകടമായിട്ടുള്ള വലിയ മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യം. രണ്ട്, ഈ CPM നേതൃത്വം LDF നേതൃത്വം ഗണേഷ് കുമാറിനെ സംരക്ഷിക്കുകയാണോ, ഗണേഷ് കുമാറിനെ ചെയ്തികളെ പ്രൊട്ടക്ട് ചെയ്യുകയാണോ എന്നുള്ള ചോദ്യത്തിന് പ്രൊട്ടക്ട് ചെയ്യുകയാണ് എന്ന് ഉത്തരവാദിത്വം പറയാതെ പറയുന്നു. ഓരോ പങ്കാളികൾക്കും ഇപ്പോൾ ഒരു 1.5 മിനിറ്റ് വീതം സംസാരിച്ചുകൊണ്ട് തങ്ങളുടെ ഉപസംഹാരവാദങ്ങൾ അവതരിപ്പിക്കാവുന്നതാണ്. ലാൽ, താങ്കൾ നേരത്തെ കൈയുയർത്തി, ഞാൻ താങ്കളിലേക്ക് തന്നെ വരികയാണ്. താങ്കളോട് അദ്ദേഹം വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഗണേഷ് കുമാർ നിലപാടിൽ കുറച്ചുകൂടി വ്യക്തത വരുത്താനാണ്. താങ്കൾക്ക് അത് പറയാം. നമ്മളുടെ ചർച്ചയുടെ കേന്ദ്ര പ്രശ്നമായിട്ടുള്ള കോൺഗ്രസിലെ ആ പെരുമാറ്റത്തിൻ്റെ പ്രശ്നത്തിലും താങ്കൾക്ക് പെട്ടെന്ന് അഭിപ്രായം പറയാം. ഒരു 1.5 മിനിറ്റ്. അല്ല, ഗണേശുമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഗണേശുമായിട്ട് പറഞ്ഞ കാര്യത്തിന് അദ്ദേഹത്തിന് മനസ്സിലാകാത്തതിന് പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല. അതിനകത്ത് 2 കാര്യങ്ങളാണ്. നോക്കൂ, ഗണേശുമായി ബന്ധപ്പെട്ടതിൻ്റെ ലീഗൽ ഇൻട്രിക്കസി വെച്ച് ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അത് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു അഫെയറാണ്. അത് DGPയിലേക്ക് കൊടുത്തത് കൊണ്ട് ആ DGPക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. സിസ്റ്റത്തിന് അതിലെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. ഇവർ പലരും പറയുന്നത്, ഇപ്പം കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൻ്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്തിൽ പോയി റേപ്പ് ചെയ്തു എന്ന് പറയുന്ന ഒരു പാലക്കാടൻ MLA, അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ നിൽക്കുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിനെ നിങ്ങളുടെ പാലക്കാട് MP വന്ന് കാണുന്നത് കണ്ടു. അതിന് അങ്ങനെ നിങ്ങൾക്ക് സൂത്തനിങ്ങായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു അന്തരീക്ഷം ഇവർക്കുണ്ട്. പക്ഷേ അതുപോലെ നമുക്ക് മറുപടി പറഞ്ഞു, അതുപോലെ നമുക്ക് പ്രവർത്തിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ. ആ സിസ്റ്റത്തിൽ ഗണേഷ് കുമാറിന് അനുകൂലമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ എന്തോ ജസ്റ്റിഫൈ ചെയ്തു. ഞാനത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ആ സിസ്റ്റത്തിന്, പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അതിലെന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തിക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും. പരാതി കൊടുത്തു ആ ലേഡി ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്ന ഇതിനകത്ത് ഈ വിഷയത്തിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ, അതിനെടുക്കാനൊന്നും പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ അവരെ എന്തെങ്കിലും തല്ലുവോ പിടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, അതിനകത്ത് വേണമെങ്കിൽ നിയമ നടപടിയിലേക്ക് പോവാം. അത് മേളിലോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും അത് പോകുന്നു തന്നെ ഞാൻ കണക്കാക്കുന്നത്. അല്ലാതെ ഈ പീഡിപ്പിച്ചതിന് പരാതി എടുത്തോ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി ചോദിക്കുന്നുണ്ട് പോലീസ് വന്നോ പിടിച്ചോ. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിൻ്റെ MLA ആയിരുന്ന അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൽ പുറത്താക്കി, അദ്ദേഹം ചെയ്തത് ബലാത്സംഗമാണ്, മറ്റേതല്ല. രണ്ടാണ്. അത് രണ്ടാണെന്ന് അദ്ദേഹം മനസ്സിലാക്കാൻ കാര്യത്തിൽ ഞാൻ അങ്ങനെ സൂചിപ്പിക്കുന്നതിന് കാരണം, മറ്റുള്ളൊരു ഈ പാലക്കാട് MP വന്ന് ഇദ്ദേഹത്തിനെ കാണുകയും ഇപ്പോഴും അദ്ദേഹം VD സതീശൻ എൻ്റെ നേതാവാണെന്ന് പറഞ്ഞ് പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് തൗഫീഖിൻ്റെ ശൈലിയോട്, ഇപ്പം MP നികേഷ് കുമാറിനെ മറ്റുള്ളവരെയൊക്കെ അദ്ദേഹം ഈ രീതിയിൽ അവതരിപ്പിച്ചതിനോട് എനിക്ക് എതിർപ്പാണ്. കാര്യം അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ അവതരിപ്പിക്കണോ, മുതിർന്ന് അല്ലെങ്കിൽ മെച്ചുവറായി വരുന്നൊരു അഭിഭാഷകന് അങ്ങനെ ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് അദ്ദേഹം തന്നെ പരിശോധിക്കട്ടെ. പക്ഷേ ഈ പറയുന്ന ഗോയിങ് ഡൗൺ ദ ലൈൻ ഹി മേ ബിക്കം എ വെൽ മെച്ചുവേർഡ് പേഴ്സൺ ഇൻ ദ ഫ്യൂച്ചർ. ലെറ്റ് സി. ഞാൻ നിർത്തി. തൗഫീഖ്, താങ്കളിലേക്ക് 1.5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന്. ആ 1.5 മിനിറ്റ് നിർത്തണേ, ആവേശം വരരുത്. ഇല്ല, അതായത് വളരെ കൃത്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഞാൻ ചോദിച്ചത്, ഇവിടെ രാഹുൽ മാങ്കൂട്ടം കേസ് വീണ്ടും പ്രതിപാദിക്കുന്ന കാര്യം ശ്രീ ലാൽകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഏതായാലും ലാൽകുമാർ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗമല്ല, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. ശ്രീകണ്ഠൻ അദ്ദേഹത്തെ, ബഹുമാനപ്പെട്ട പാലക്കാട് MP അദ്ദേഹത്തെ കണ്ടത് സ്വാഭാവികമായിട്ടും അതിൻ്റെ വ്യക്തത ബഹുമാനപ്പെട്ട പാലക്കാട് MP തന്നെ വരുത്തിയിട്ടുണ്ട്, ഏത് സാഹചര്യത്തിലാണ് എന്നുള്ള കാര്യത്തിൽ. അതിന് വലിയ സ്വാഭാവികമായിട്ടും ആളുകൾ കാണുമ്പോൾ സംസാരിക്കാറുണ്ട്. അത് ആ ഒരു തലത്തിലേക്ക് മാത്രം അതിനെ കണ്ടാവും. അതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ശ്രീകണ്ഠൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബഹുമാനപ്പെട്ട പാലക്കാട് MP രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടതെന്നും ചിത്രീകരിക്കേണ്ട. അതിനപ്പുറത്തേക്ക് ഇവിടെ ഗണേഷ് കുമാറിനെതിരെ ധാർമ്മികമായി ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനത്ത് തുടരാനുള്ള അർഹതയുണ്ടോ, അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടേണ്ട ഒരു സാഹചര്യമല്ലേ, LDF അത് ആവശ്യപ്പെടുമോ എന്നുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യം നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇനി പ്രതിപക്ഷാവിൻ്റെ യാത്രയെക്കുറിച്ച് ഞാൻ പറയാനുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഞങ്ങൾ ടീം UDF ആണ്, ഞങ്ങൾ ഒറ്റക്കെട്ടായി, ഞങ്ങളുടെ കരുത്താണ് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ്. കഴിഞ്ഞ 9.25 വർഷക്കാലം ഈ സർക്കാരിനെതിരെ, സർക്കാരിൻ്റെ കൊള്ളരുതായ്മകൾക്ക്
നേതാക്കന്മാർക്കെതിരെ സധൈര്യം പോരാടിയ ടീം UDF-നെ നയിച്ചിട്ടുള്ള നേതാവാണ്. അതുകൊണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ VD സതീശനും ശ്രീ സണ്ണി ജോസഫും ശ്രീ അടൂർ പ്രാവശ്യം ഒക്കെ ചേരുമ്പോഴാണ്, ശ്രീ KC വേണുഗോപാൽ ഒക്കെ ചേരുമ്പോഴാണ് ഞങ്ങൾ ടീം UDF ആകുന്നത്. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട, ഞങ്ങൾ പൂർണ്ണ കോൺഫിഡൻ്റ് ആണ്. അക്കാര്യത്തിൽ ഏതായാലും ഇടത് കേന്ദ്രങ്ങൾക്ക് CPM നേതാക്കൾക്ക് ആശങ്ക വേണ്ട. യെസ്, സുരേഷ് ബാബു സാർ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര വിഷയത്തിൽ ഇവിടെ ഏകാഭിപ്രായം ഇല്ലെങ്കിലും പുറത്തുനിന്ന് അതിനോട് പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ തേടിയെത്തുന്ന ഏറ്റവും പുതിയ വാർത്ത, രാജിവെക്കാൻ ഉറച്ച് ചില കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിലെ തർക്കം അത് CMPക്ക് കൊടുക്കാൻ സതീശൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു കോൺഗ്രസ് യോഗത്തിലും അനുമതി തേടാതെ എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അതിലാണ് മുൻ മന്ത്രി VS ശിവകുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ യോഗം നടന്നത്. അദ്ദേഹം ഈ മണ്ഡലത്തിൽ ഉള്ള ആളാണ്. KPCC ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. അതായത് മണക്കാട് സുരേഷ്, ശരത്ചന്ദ്ര പ്രസാദ്, ലക്ഷ്മി, ഇവരെല്ലാം KPCC ഭാരവാഹികളാണ്. മുഴുവൻ മണ്ഡലം പ്രസിഡന്റുമാരും ഈ ബ്ലോക്ക് പ്രസിഡന്റുമാരും ഈ യോഗത്തിൽ പങ്കെടുത്തു. KPCC ജനറൽ സെക്രട്ടറിമാർ യോഗത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് സീറ്റ് CMPക്ക് നൽകാനാവില്ല എന്നവർ പ്രഖ്യാപിച്ചു. കൈപ്പത്തി ചിഹ്നത്തിൽ പ്രചാരണം ആരംഭിക്കാനുള്ള തീരുമാനവും ഈ യോഗം എടുത്തു. തിരുവനന്തപുരം സെൻട്രൽ കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ് എന്നീ യോഗം അസന്ദിഗ്ധമായി വ്യക്തമാക്കി. അവസാനം മത്സരിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആണ് എന്നതാണ് അവകാശവാദത്തിൻ്റെ അടിസ്ഥാനം എന്നും പറഞ്ഞു. കോൺഗ്രസിൽ ഏകാംഗ നൃത്തം തുടരുകയും ആ ഏകാംഗ നൃത്തങ്ങൾക്കെതിരെ ആളുകൾ സംഘടിക്കുകയും ചെയ്യുന്നു. സുരേഷ് ബാബു, താങ്കളുടെ വാദങ്ങൾ അവതരിപ്പിച്ച് അവസാനിപ്പിക്കുക. അല്ല, അതിനകത്ത് ഒരു കാര്യം ഞാൻ ഇപ്പോൾ ശ്രീ ചന്ദ്രശേഖരൻ പറഞ്ഞ പരാമർശങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് എനിക്കൊരു ഇൻഫർമേഷൻ ഇല്ല. ഞാൻ വന്ന ചർച്ചയാണ്. അതുകൊണ്ട് ഞാനൊരു ചാനൽ ചർച്ചയിൽ ഇരിക്കുമ്പോൾ എനിക്ക് ബോധ്യമുള്ള വിഷയങ്ങളിലേക്കാണ് സംസാരിക്കുക. അതുകൊണ്ട് നാളെ വല്ല ചർച്ചയുണ്ടെങ്കിൽ അതിൽ ഞാൻ ഉണ്ടാവുമെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെതായ ഒരു വിവരശേഖരണം എൻ്റെ അഭിപ്രായം പറയാം. മറ്റേ കാര്യം, ശ്രീ ഗണേഷ് കുമാറുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യം, ഞാൻ ഏത് ചാനൽ ചർച്ചകളിലും ഏത് മാധ്യമ പ്രവർത്തകരിലും ഒരു കാലഘട്ടത്തിലും ഈ ലൈംഗികമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യതകളാണ്. വിമർശിക്കേണ്ടവരെയും വിമർശിക്കാതിരിക്കേണ്ടവരും ന്യായീകരിക്കേണ്ടവരെയും ഒക്കെ ഉണ്ടാകാം. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോഴും പരാമർശമില്ല. എനിക്ക് ശ്രീ തൗഫീഖിൻ്റെ ഒരു പരാമർശം കേട്ടപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചർച്ച അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ശ്രീ ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു ജാഥ, ആളില്ലാ ജാഥ, ബംഗാളികളുടെ ജാഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ജാഥയാണ്. പക്ഷേ ഞങ്ങളുടെ ജാഥ വളരെ ഗംഭീരവും പ്രൗഢവുമായിരുന്നു എന്ന്. ആ രണ്ടാമത്തെ ഭാഗം ഞാൻ അംഗീകരിക്കുന്നു. അവരുടെ ജാഥ, പുതിയുഗ ജാഥ പ്രൗഢവും ഗംഭീരവും അത് ജനപങ്കാളിത്തമുള്ളതൊന്നും അതിനൊന്നും ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ കാര്യത്തിൽ മഞ്ചേശ്വരം മുതൽ വടക്കഞ്ചേരി വരെയുള്ള സ്ഥലങ്ങളിൽ ജാഥയോടൊപ്പം ഒരു ജാഥാംഗമായി പ്രവർത്തിച്ചിട്ടുള്ള, ജാഥാംഗമായി പങ്കെടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്കതിൻ്റെ എല്ലാ ദിവസങ്ങളിലെയും പരിപാടികളെക്കുറിച്ച് നന്നായിട്ടറിയാം. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇതാളില്ലാ ജാഥ എന്നുള്ള സങ്കല്പത്തിലൂടെ, അത്തരമൊരു നിഗമനത്തിലൂടെയാണ് ഞങ്ങൾ തിരിച്ചു വരാൻ പോകുന്നത് എന്ന നിഗമനത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പത്തിലായിരിക്കും. മഞ്ചേശ്വരവും കാസർഗോഡും അതുപോലെ LDFന് സ്വാധീനമില്ല മേഖലകളിൽ, ഈവൻ മലപ്പുറം, മഞ്ചേരി വരെയുള്ള, കോട്ടക്കൽ, വളാഞ്ചേരി വരെയുള്ള സ്ഥലങ്ങളിൽ കൂടിയിട്ടുള്ള ജനങ്ങളുടെ സഞ്ചയത്തെ കാണാൻ UDF തയ്യാറാകാതിരിക്കുന്നത് LDFനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ്. ആ പരാമർശത്തിൽ അദ്ദേഹം നിൽക്കട്ടെ എന്ന ഒരാഗ്രഹത്തോടു കൂടി ഞാൻ എൻ്റെ ചർച്ച അവസാനിപ്പിക്കുന്നു. ചർച്ചയിൽ ഏകാഭിപ്രായം ഉണ്ടാവുക പലപ്പോഴും സാധ്യമല്ല. എങ്കിലും താരതമ്യേന മെച്ചപ്പെട്ട ചില പരാമർശങ്ങൾ നടത്താൻ എല്ലാവരും തയ്യാറായിട്ടുണ്ട്. ചിലപ്പോൾ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വളരെ നല്ലൊരു ചർച്ചയ്ക്ക് 3 പേർക്കും നന്ദി പറയുന്നു.